Migration is an expression of the human aspiration for safety, dignity and better future. സുരക്ഷിതത്വത്തോടെയും അന്തസ്സോടെയും നല്ലൊരു ഭാവി ജീവിതം കെട്ടിപ്പടുക്കാനുള്ള മനുഷ്യൻ്റെ അഭിലാഷമാണ് പ്രവാസത്തിലൂടെ അവൻ നിർവഹിക്കുന്നതെന്ന് ഐക്യരാഷ്ട്രസഭ മുൻ ജനറൽ സെക്രട്ടറി ബാൻ കി മൂൺ ഒരിക്കൽ അഭിപ്രായപ്പെടുകയുണ്ടായി. കഴിഞ്ഞ 24 വർഷങ്ങൾക്ക് ശേഷം പുതുവർഷത്തിൻ്റെ തുടക്കത്തിൽ ഈ വാക്കുകൾ ഞങ്ങൾ ഓർക്കാൻ കാരണം പ്രവാസ ലോകത്തിൻ്റെ തുടക്കം മുതൽ ഞങ്ങളോടൊപ്പം നിൽക്കുകയും ഒരു ജോലി എന്നതിലുപരി ഇതൊരു സേവനമായി കരുതി ഞങ്ങൾ ആത്മാർത്ഥമായി ഞങ്ങളോട് സഹകരിക്കുകയും ചെയ്ത മുഴുവൻ പ്രവർത്തകരെയും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ ആഴ്ചയിലെ പ്രവാസ ലോകം ഇവിടെ ആരംഭിക്കട്ടെ. ഗൾഫ് ഒരു ഒളിത്താവളമായോ പ്രവാസം ഒരു ഒളിച്ചോട്ടമായി കാണുന്ന മനുഷ്യർക്ക് മുമ്പിൽ നിസ്സഹായരാണ് ഞങ്ങൾ. ഇവരെ കുടുംബത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടത് ബാധ്യത പ്രവാസി സമൂഹങ്ങൾക്കും സംഘടനകൾക്കുമാണ് എന്ന് ഒരിക്കൽ കൂടി ഞങ്ങൾ ഓർമ്മിപ്പിക്കട്ടെ. മോനെ, നീ എവിടെയാണെങ്കിലും വാടാ, ഞങ്ങൾക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റൂല. ഒന്ന് കിട്ടിയാ മതി. എങ്ങനെയെങ്കിലും എൻ്റെ ഹസ്ബൻഡിന്റെ നാട്ടിലെത്തിച്ചു തന്നാൽ മതി. അങ്ങനെ പറഞ്ഞൊക്കെ സാറിനെ കൊണ്ടു തന്നെ കാണണം. ഉറ്റവരെ കാത്തിരിക്കുന്നവരുടെ കാഴ്ചകൾക്കൊപ്പം കാറ്റും കോളും കടലും കടന്ന് മലയാളത്തിനു വേണ്ടി സമ്പാദിക്കാൻ പോയ രക്തബന്ധങ്ങളെ തേടിക്കൊണ്ട് മരുപ്പച്ചകളുടെ നാട്ടിൽ ടെലിവിഷൻ പ്രേക്ഷകർ നടത്തുന്ന തിരച്ചിലിൻ്റെ സ്വരം. പ്രവാസലോകം, സഹതാപത്തിൻ്റെ സ്പർശം. കോവിഡ് പകർച്ചവ്യാധിക്ക് ശേഷം കഴിഞ്ഞ മാർച്ചിലാണ് പ്രവാസലോകം പുനഃസംപ്രേഷണം ആരംഭിച്ചത്. ടെലിവിഷനിൽ അവതരിച്ചില്ലെങ്കിലും മുമ്പത്തേക്കാൾ ഞങ്ങളുടെ പ്രവർത്തനം പ്രശ്നസങ്കീർണവും ദുഷ്കരവുമായിരുന്നു. ഏകദേശം 2 വർഷത്തോളം ലോകത്തെ നിശ്ചലമാക്കിയ ആ ദിനങ്ങൾ ഇപ്പോഴും ഒരു ഞെട്ടലോടെ മാത്രമേ നമുക്ക് ഓർത്തെടുക്കാനാവൂ. ശൂന്യമായ തെരുവുകൾ, നിശ്ചലമായ ഗതാഗതം, സർവവും സ്തംഭിച്ച അവസ്ഥ. തൊട്ടടുത്തുനിന്ന് പോലും ഉയർന്ന അഭ്യർത്ഥനയ്ക്ക് ഒരു കൈസഹായം പോലും എത്തിക്കാൻ സാധിക്കാതെ പോയ നിമിഷങ്ങൾ. മനുഷ്യരാശിക്കാകെ ദുരന്തം വിതച്ച കോവിഡിന്റെ ഏറ്റവും വലിയ ഇരകൾ പ്രവാസികളായിരുന്നു. ഒരു പ്രവാസം തിരഞ്ഞെടുക്കുന്നത് പോലെ തന്നെ അത്രത്തോളം സാഹസികരായിരുന്നു നമ്മുടെ മനുഷ്യരും. തനിക്ക് ചുറ്റുമുള്ള ലോകം നിശ്ചലമായപ്പോഴും അചഞ്ചലമായി അതിനെ നേരിട്ട അതിജീവനത്തിന്റെ കഥ നമ്മുടെ പ്രവാസ ലോകത്തിന്റെ മാത്രം സ്വന്തമാണ്. നമ്മളെ 10 ദിവസത്തെ പ്രവർത്തനങ്ങളുടെ ഒരു ബ്രീഫ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കാം. അത്ര തന്നെ. ഈ ഡെലിവറിയുമായി പോകുന്ന നമ്മുടെ വളണ്ടിയേഴ്സ് ദയവായി വളരെ ശ്രദ്ധിക്കണം. ഈ ലേബർ ക്യാമ്പുകളുടെ ഒരു പ്രശ്നം പറഞ്ഞത്, ലേബർ ക്യാമ്പുകളിൽ അവർ ക്വാറന്റൈനിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് റൂം ഉണ്ടാക്കേണ്ടതാണ്. പക്ഷെ അവർ ആരെങ്കിലും നമ്മളെ അത്യാവശ്യം വിളിക്കുമ്പോൾ നമുക്ക് അത് തന്നെ ഫോളോ ചെയ്താൽ മതി, അത് തന്നെ അവർക്ക് പറഞ്ഞു കൊടുത്താൽ മതി. സാധനങ്ങളുടെ ഇതിൽ കുറച്ച് ഉള്ളി നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. പ്രവാസികൾക്കുണ്ടായ പല പുതിയ പ്രശ്നങ്ങളും പിന്നീടുള്ള ഭാഗങ്ങളിൽ ഞങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടി വന്നു. ചില കുടുംബങ്ങളിലെങ്കിലും ആശ്വാസത്തിൻ്റെ കൈത്തിരി കൊളുത്താൻ ഞങ്ങൾക്ക് സാധിച്ചു. 2023 പ്രവാസ ലോകത്തുണ്ടായ ചെറിയ നേട്ടങ്ങളുടെ പട്ടിക ഇവിടെ അവതരിപ്പിക്കുകയാണ് ഞാൻ. കഴിഞ്ഞ വർഷം മാർച്ചിൽ ഞങ്ങൾ സംപ്രേഷണം ചെയ്ത ഹഫ്സത്തിൻ്റെ പരാതി പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാവുമല്ലോ. തന്നെയോ തൻ്റെ മകളെയോ തിരിഞ്ഞു നോക്കുന്നില്ല ഭർത്താവ് എന്നായിരുന്നു ഹഫ്സത്തിൻ്റെ പരാതി. എന്താ പറയാനുള്ളത് ബാബയ്ക്ക്? സത്യം മനസ്സിലാക്കി അപ്പോൾ നിങ്ങളെന്താ ആലോചിക്കണം? ഒന്നും ആലോചിക്കുന്നില്ല. ഞാൻ ഈ പ്രവാസ ലോകമായിട്ട് ബന്ധപ്പെട്ടത് എനിക്ക് മോളൊപ്പായിട്ട് എൻ്റെ ഭർത്താവായിട്ട് എനിക്ക് അവരെ തന്നെ കിട്ടണം എന്നുള്ളൊരിത് കൊണ്ടാണ്. ഞങ്ങൾ മാറി താമസിക്കുകയെന്നുണ്ടെങ്കിൽ എനിക്ക് പരിപൂർണ വിശ്വാസമുണ്ട്. എന്താ പറയുക, നല്ലൊരു കുടുംബമായിട്ട് മുന്നോട്ട് പോകുന്നുള്ളത്. ഞങ്ങൾ ജീവിച്ച കാലത്തോളം അങ്ങനെ തന്നെ ഉണ്ടായിട്ടുള്ളൂ. ഈ പരാതി കണ്ട ഉടനെ ഹഫ്സത്തിൻ്റെ ഭർത്താവ് റൌഫ് ഞങ്ങളുമായി ബന്ധപ്പെട്ടു. ഭാര്യയുമായി തനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെന്നും എന്നാൽ മകളുടെ സംരക്ഷണം താൻ ഏറ്റെടുക്കാമെന്നും റൌഫ് ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ ഇന്നേ വരെ അദ്ദേഹം അത് ചെയ്തതായിട്ട് കാണുന്നില്ല. ഇത്തരം മനുഷ്യർ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെയും കുടുംബ കോടതികളുടെയും അപ്പുറത്താണ് നിൽക്കുന്നത്. ഈ മനുഷ്യർക്ക് ബോധവൽക്കരണവും അവരെ കുടുംബത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്തം അദ്ദേഹം താമസിക്കുന്ന പ്രവാസ ലോകത്തിലാണ്. ആ കടമ പ്രവാസികളായ പ്രേക്ഷകർ ഏറ്റെടുക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു.
ചെല്ലുമ്പോൾ തന്നെ പാസ്പോർട്ടും നമ്മുടെ ഫോണും അങ്ങ് മേടിക്കുക. പിന്നെ നമുക്ക് ആരെയും കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചെന്നപ്പോഴേ നമുക്ക് മനസ്സിലായി ഇവിടെ പെട്ടുപോയെന്ന്. റൂമിൽ ചെന്നപ്പോൾ തന്നെ 10-15 പെണ്ണുങ്ങൾ അതിനകത്ത് കിടക്കുന്നു. ഞങ്ങളെ തന്നെ അങ്ങ് രൂക്ഷമായിട്ട് നോക്കി. അപ്പോൾ അവർക്ക് മനസ്സിലായോ ഇവരും പെട്ടല്ലോ എന്ന്. പുതുജീവിതം മോഹിച്ച് പ്രവാസഭൂമിക താണ്ടിയ ഈ സ്ത്രീകൾ അവർക്കുണ്ടായ വിഷമങ്ങൾ നമ്മളോട് പങ്കുവച്ചത് ഇനി ആരും ഇത്തരം ചതിക്കുഴികളിൽ പെട്ടുപോകരുത് എന്ന അഭ്യർത്ഥനയോടെയാണ്. പ്രവാസലോകം കണ്ടിട്ടുള്ള പ്രേക്ഷകരും ഇത് മനസ്സിലാക്കി കാണുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കട്ടെ. ഒരു പെണ്ണുങ്ങളെ ഇങ്ങനെയൊക്കെ ഇത് കണ്ടിട്ട് ഒരു പെണ്ണുങ്ങൾ ഇനി ഇതിനായിട്ട് കയറി പോകാൻ നിൽക്കുകയും ചെയ്യരുത്. 2023 മാർച്ചിൽ അക്കാലത്ത് മസ്കറ്റ് പ്രതിനിധിയായിരുന്ന PM ജാബറിൻ്റെ സഹായത്തോടെ തിരിച്ചെത്തിക്കപ്പെട്ട 4 വീട്ടുതൊഴിലാളികളുടെ കഥ കണ്ട നിരവധി പ്രേക്ഷകരാണ് ഞങ്ങളെ അഭിനന്ദനം വിളിച്ചറിയിച്ചത്. ജാഫർ സാർ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവിടുന്ന് സാറ് പറഞ്ഞ അവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കി ഗീത, ഇനി നീ അവിടെ നിന്നാൽ ഇതായി പോകുമെന്ന് പറഞ്ഞ് സാറിൻ്റെ ഒറ്റ സഹായം കൊണ്ടാണ് ഞാൻ എംബസിയിൽ വരുന്നത്. ആ സാറേ ഉള്ളായിരുന്നു എനിക്ക് സഹായിക്കാനായിട്ട്. എന്തൊരു ആപത്ത് ഘട്ടത്തിലായാലും ജാഫർ സാറിന് എത്ര നന്ദി പറയാനും തീരത്തില്ല. ഓരോ പ്രവാസയാത്രയും സാഹസികമാണ്. അവിടെ തങ്ങളെ കാത്തിരിക്കുന്നത് എന്താണെന്ന് ഉത്തമ ബോധ്യമുള്ളവർ മാത്രമേ ഇതിന് ഒരുങ്ങാവൂ എന്ന് പ്രവാസലോകത്തിൻ്റെ അവതാരകൻ PT കുഞ്ഞുമുഹമ്മദ് എന്നും നിങ്ങളെ ഓർമ്മിപ്പിക്കാറുണ്ട്. നമ്മൾ ആലോചിക്കണം, ഒരു കരാറില്ലാതെ തൊഴിലുമായി ബന്ധപ്പെട്ടതിൽ സ്ത്രീകൾ പോകരുത്. കരാറും നിയമപരമായിട്ടുള്ള എല്ലാവിധ ഇതുകളുള്ള വ്യവസ്ഥകളും വെച്ചിട്ടേ പോകാൻ പോകും. കൊടുങ്ങല്ലൂരിൽ നിന്നുള്ള ഷമീനയുടെ പരാതിക്ക് സൈഫുദ്ദീൻ ഉത്തരം നൽകിയിരുന്നു. എങ്കിലും നിഷേധത്തിൻ്റെയും നിരാകരണത്തിൻ്റെയും വാക്കുകൾ മാത്രമേ ഞങ്ങൾ അവിടെയും കേട്ടിരുന്നുള്ളൂ. പരിഭവോ പരാതികളോ അല്ല അവർ പറഞ്ഞത്. അവരുടെ ജീവിതം മുന്നോട്ട് പോകാനുള്ള ബുദ്ധിമുട്ടുകളിലാണ്. നിങ്ങൾ ജന്മനാ ചില അലസതകളുള്ള ഒരാളാണ്. അവർക്കതൊക്കെ അറിയാം, അവരത് അംഗീകരിക്കുന്നുണ്ട്. നിങ്ങളൊന്നും അവർ കുറ്റപ്പെടുത്തുന്നില്ല. നിങ്ങളെപ്പറ്റി ഒരു ദൂഷ്യം ഉണ്ടെന്ന് പറഞ്ഞില്ല. ഞാൻ പലതും അവരോട് കുത്തി ചോദിച്ചിട്ട് ഒന്നും അവരില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളും ഒരു നല്ല മനുഷ്യൻ, നിങ്ങളെ കൊണ്ട് ഒഴിവില്ലായിട്ടാണ്, കുവൈറ്റിലെ കഷ്ടപ്പാട് കൊണ്ടാണ് നിങ്ങളിങ്ങനെ ചെയ്യുന്നതാണ് ഞാൻ അനുമാനിക്കുന്നത്. ഗൾഫ് ഒരു ഒളിത്താവളമായോ പ്രവാസം ഒരു ഒളിച്ചോട്ടമായി കാണുന്ന മനുഷ്യർക്ക് മുമ്പിൽ നിസ്സഹായരാണ് ഞങ്ങൾ. ഇവരെ കുടുംബത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടത് ബാധ്യത പ്രവാസി സമൂഹങ്ങൾക്കും സംഘടനകൾക്കുമാണ് എന്ന് ഒരിക്കൽ കൂടി ഞങ്ങൾ ഓർമ്മിപ്പിക്കട്ടെ. ഒന്നും വേണം, എനിക്ക് ഒന്ന് കണ്ടാൽ മതി മരിക്കുന്നതിൻ്റെ മുന്നേ അമ്മ പറഞ്ഞു. പിന്നെ വാപ്പിയും മരിക്കാൻ നേരത്തെ എനിക്ക് എൻ്റെ കുട്ടീനൊന്ന് കാണാൻ കഴിഞ്ഞില്ലല്ലോ. നമ്പർ ഇപ്പോഴും അവൈലബിൾ ആണ്. അവൈലബിൾ നമ്പർ ഒക്കെ ഇവിടെ ഉണ്ട്. ആ നമ്പർ നമ്മളെ കയ്യിലുണ്ട്. ഇവ ഉപയോഗിച്ച നമ്പറിൽ ഇപ്പം കിട്ടുന്നില്ല. നീണ്ട 20 വർഷത്തെ കാലയളവിനുള്ളിൽ 2 തവണയാണ് അബ്ദുൾ അസീസിനെ ഞങ്ങൾ അന്വേഷിച്ചത്. ഇദ്ദേഹം ലെബനനിലേക്കാണ് പോയത്. പക്ഷേ ഒടുവിൽ ശ്രീലങ്കയിൽ എത്തിപ്പെട്ടു എന്നാണ് ഒടുവിൽ ലഭിച്ച വിവരം. ഞങ്ങളുടെ പ്രവർത്തക ദിൽഷാനി നുഗ്വാല അത് സ്ഥിരീകരിച്ചു. ഇദ്ദേഹം ശ്രീലങ്കയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാൻ ഞങ്ങൾക്കിതുവരെ സാധിച്ചില്ല. 22 വർഷം മുമ്പ് ഞങ്ങൾ സംപ്രേഷണം ചെയ്ത അന്വേഷണമാണ് അബ്ദുൽ ഹക്കീമിൻ്റേത്. 2 പതിറ്റാണ്ടുകൾക്ക് ശേഷമുള്ള അയാളുടെ തിരിച്ചുവരവ് കുടുംബത്തെ മാത്രമല്ല പ്രവാസ ലോകത്തെയും ഞെട്ടിച്ചു. ഹക്കീം ഏതോ പഴയ പുരാണങ്ങളിലെ കൊല്ലത്തിന് ശേഷം പ്രത്യക്ഷപ്പെടുന്ന ഒരാളായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. നിങ്ങൾ ഈ ചുറ്റുപാടുകളിൽ ഉണ്ടായിട്ടും നിങ്ങൾ പ്രത്യക്ഷപ്പെട്ടില്ല. ഞങ്ങൾ നിങ്ങളെ തെരഞ്ഞ് ഇതിനു മുമ്പ് പോയിട്ടുണ്ട്. നിങ്ങൾ ഈ മാർച്ചിലാണ് വന്നതല്ലേ? ഈ മാർച്ച് 8 വരുന്നത്. കാരണം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് പണിയെടുത്ത ആളുകളാണ്. നിങ്ങൾ അതിനൊരു റിസൾട്ട് ഉണ്ടാവുകയാണ് ശരിക്ക്. അപ്പോൾ ആ റിസൾട്ട് ഞങ്ങളൊക്കെ സന്തോഷിപ്പിക്കുന്നുണ്ട്. നിങ്ങളെ കുടുംബത്തെ പോലെ തന്നെ സന്തോഷിക്കുന്നവരാണ് പ്രവാസ ലോകത്തിൽ ഇരിക്കുന്ന എല്ലാ മനുഷ്യരും. തിരിച്ചു വരുന്ന ഒരാളെ കാണുന്നത് അതിലും വലിയ സന്തോഷമില്ല. ഖത്തറിലേക്ക് പോയ കൊല്ലം സ്വദേശി സുമിതാലതയെ തേടിക്കൊണ്ടുള്ള അന്വേഷണം പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാകുമല്ലോ. അവരുടെ തിരിച്ചുവരവിന് വേണ്ടി മകൾ കണ്ണീരോടെ നടത്തിയ അഭ്യർത്ഥന പ്രേക്ഷകർ ശ്രദ്ധിച്ചു കാണും. പ്രകാശലോകത്തിരിക്കുന്ന ആന്റിമാർക്കും സാറുമാർക്കും ഇത് കേൾക്കണം. എൻ്റെ അമ്മ ഖത്തറിൽ പോയിട്ട് കുറേ നാളായി. ഇതുവരെ ആയിട്ട് എൻ്റെ അമ്മ വിളിച്ചില്ല. സംപ്രേഷണത്തിനൊടുവിൽ സുമിത വീടുമായി ബന്ധപ്പെട്ടെങ്കിലും അവരുടെ തിരിച്ചുവരവിന് വേണ്ടിയുള്ള അവസരം ഇതുവരെ ഒരുങ്ങിയിട്ടില്ല.
23 വർഷത്തെ പ്രവാസ ലോകത്തിന്റെ ചരിത്രത്തിൽ തൊഴിലുടമയിൽ നിന്നും പീഡനമേൽക്കേണ്ടി വന്ന പ്രവാസികളുടെ കഥകൾ നിരവധി കേൾക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലൊരു അനുഭവം ആദ്യമായിട്ടായിരിക്കും. മലേഷ്യയിലെ തൊഴിലുടമയിൽ നിന്നും ക്രൂരമായ പീഡനം ഏറ്റുവാങ്ങിയ ആലപ്പുഴ സ്വദേശി ഹരിദാസിൻ്റെയും ഉത്തർപ്രദേശ് സ്വദേശി വിപിൻ്റെയും വിഷയം ടെലിവിഷൻ മാധ്യമത്തിൽ ആദ്യമായി അവതരിപ്പിച്ചത് പ്രവാസ ലോകമാണ്. ഈ വിഷയം ലോകശ്രദ്ധയാകർഷിച്ചു. തുടർന്ന് മലേഷ്യയിലെ മനുഷ്യാവകാശ കമ്മീഷൻ ഞങ്ങളുമായി ബന്ധപ്പെട്ട് അവർക്ക് വേണ്ട നീതി ലഭ്യമാക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇത്രമാത്രം പീഡനമേൽക്കാൻ മാത്രമുണ്ടായ ഒരു വിഷയം എന്താണ് സംഭവിച്ചത്? അവിടെ 2 പ്രാവശ്യം കടയടച്ചിട്ട് അതവർക്ക് ദേഷ്യം ഉണ്ടാക്കി ശമ്പളം ആവശ്യപ്പെട്ട് അടച്ചിട്ട് അപ്പം വേറെ ആരും ഇതുപോലെ പ്രതികരിച്ചിട്ടില്ല. ഞാൻ മാത്രമേ കടയടച്ചിട്ടിട്ട് എനിക്ക് ശമ്പളം തരാത്ത ഉറക്കത്തില്ലെന്ന് പ്രതിഷേധിച്ചത്. ഹരിദാസിനെയും ഒപ്പം ജോലി ചെയ്തിരുന്ന ഉത്തർപ്രദേശ് സ്വദേശി വിപിൻ കുമാറിനെയും താമസിച്ച ഇടത്തു നിന്നും തൊഴിലുടമ സ്വന്തം ജ്വല്ലറി നിർമ്മാണശാലയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. തുടർന്ന് അതിക്രൂരമായ പീഡനങ്ങളാണ് അരങ്ങേറിയത്. സ്വർണം ഉരുക്കിയിട്ട് എടുക്കുന്ന പ്ലെയർ അത് 3-4 എണ്ണത്തോളം വെച്ചേക്കുമായിരുന്നു. പഴിപ്പിച്ചിട്ട് ആദ്യം മറ്റവനെ വെച്ച് കഴിഞ്ഞിട്ട് അവനെല്ലാം പറഞ്ഞ് ഇനി നീയൂടെ പറയണമെന്ന്. നമ്മൾക്ക് തന്ന കാശ് നമ്മൾ മോഷ്ടിച്ചെടുത്താൽ അവരോട് പറയണം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ് ആദ്യം ഒരു ട്രിപ്പ് തന്നെ വെച്ച് കഴിഞ്ഞിട്ട് അവിടെ ഒരു മുരുകൻ്റെ പടം ഇരിപ്പുണ്ട്. അവർ വിളക്ക് കത്തിക്കും. ഞാനത് തൊട്ട് സത്യം ചെയ്തു. എൻ്റെ കുഞ്ഞുങ്ങളാണ്, എൻ്റെ പളനിയാണ്ടവരാണ്, ഞാൻ നിങ്ങളുടെ 1 രൂപ എടുത്തിട്ടില്ലെന്ന് കരഞ്ഞ് പറഞ്ഞത്. എന്നിട്ട് അവരെന്നെ പ്രവാസം ജീവിതമാർഗമാക്കുവാൻ വേണ്ടി ശ്രമിച്ചിട്ടും വിജയിക്കാതെ ഹതാശരായ ഒരു കൂട്ടം സ്ത്രീകൾക്ക് കൈത്താങ്ങാകുവാൻ പ്രവാസ ലോകത്തിന് സാധിച്ചു. ഇന്ത്യയിലെ മറ്റേതെങ്കിലും സംസ്ഥാന സർക്കാരുകൾക്കോ ഏജൻസികൾക്കോ ചെയ്യുവാൻ പറ്റിയില്ലാത്ത ഈ കർത്തവ്യം ഇവിടെ പൂർത്തിയാകുമ്പോൾ അതിൽ പ്രവാസ ലോകത്തിൻ്റെ കയ്യൊപ്പുണ്ട് എന്നത് ഞങ്ങൾക്ക് ചാരിതാർത്ഥ്യമേകുന്നു. പരാജയത്തിന്റെ കയ്പുനീർ നുകർന്ന ഈ സ്ത്രീകൾ ഓരോരുത്തരെയും നാട്ടിലേക്ക് തിരിച്ചെത്തിക്കുമ്പോൾ അവരുടെ പുനരധിവാസമായിരുന്നു പ്രവാസ ലോകത്തിന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. ഇന്ത്യയിലെ തന്നെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് നടപ്പിൽ വരുത്തിയിട്ടില്ലാത്ത ഭാരതീയ പ്രവാസി പഠന കേന്ദ്രത്തിന്റെ ഈ നൂതന പദ്ധതിക്ക് അംഗീകാരം നൽകിയത് കേരള ഗവൺമെന്റിന്റെ പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷനും അതിന്റെ അമരക്കാരനായിരുന്ന ബാലഭാസ്കറുമാണ്. വിദേശ രാജ്യത്ത് ജോലി ചെയ്ത് ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട് തിരിച്ചു വന്ന ആളുകളാണ്. അവർക്ക് അവരുടെ ജീവിതം പുതുപ്പിക്കുന്നതിന്, അവരുടെ ജീവിതം പുനഃസ്ഥാപിക്കുന്നതിന് ഈ പദ്ധതി ഏറെ പ്രയോജനപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പ്രവാസികളെല്ലാം സമ്പന്നരാണെന്ന തെറ്റിദ്ധാരണയാണ് ഇന്നും പൊതുസമൂഹത്തെ നയിക്കുന്നത്. ജീവിതം വഴിമുട്ടിയ അവസ്ഥയിൽ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചുനിന്ന ഒരു കൂട്ടം മനുഷ്യർക്ക് താങ്ങും തണലുമാകാൻ പ്രവാസ ലോകത്തിനും പദ്ധതി നടപ്പിലാക്കിയ ഭാരതീയ പ്രവാസി പഠന കേന്ദ്രത്തിനും അതിനുവേണ്ടി സാമ്പത്തിക സഹായം നൽകിയ സംസ്ഥാന സർക്കാരിന്റെ പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷനും അഭിമാനിക്കാം. ബഹ്റൈനിൽ പോയി വീടുമായി ബന്ധപ്പെടാതിരുന്ന രാജേഷ് കുമാറിൻ്റെയും ഷിജുവിൻ്റെയും അന്വേഷണം പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാകുമല്ലോ. അവരുടെ അമ്മമാർ നടത്തിയ അഭ്യർത്ഥന കണ്ണീരോടെ നിങ്ങളും കണ്ടതല്ലേ. ഇക്കലത്തേക്ക് എന്നെ മോനെ നാട്ടിൽ കൊണ്ട് കാണിച്ചു. ഞാൻ സുഖമല്ലാതെ കിടക്കണ, എനിക്ക് ഒരു കണ്ണം കാണണം സാർ. എൻ്റെ ഭർത്താവിൻ്റെ അനിയൻ്റെ മോനെ പിന്നെ കഴിഞ്ഞ ദിവസം വിളിച്ചു. അവൻ ചോദിച്ചു, അണ്ണ എന്താ അണ്ണൻ നാട്ടിൽ പോകാത്തേ? ഞാൻ ഇനി അടുത്ത വർഷം ഡിസംബറിലേ പോവുള്ളൂ. അങ്ങനെ വീട്ടിൽ എന്താ അച്ഛനെയും വല്യമ്മയും വല്യച്ഛനെയും എന്താ വിളിക്കാതെ? എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് വിളിക്കാതെ. പ്രവാസ ലോകത്തിൻ്റെ ബഹ്റൈൻ പ്രതിനിധി ഷാഹിനയുടെ സഹായത്തോടെ ഈ 2 പേരെയും ഞങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചു. ഇവരിൽ ഒരാൾ വീടുമായി ബന്ധപ്പെട്ടെങ്കിലും മറ്റേയാൾ ഇന്നേ വരെ അമ്മയെ വിളിക്കാൻ കൂട്ടാക്കിയിട്ടില്ല. ഷിജുവിനെ ഞങ്ങൾ കണ്ടുപിടിച്ചു. ഷിജുവിൻ്റെ 2 ഫ്രണ്ട്സാണ് ഷിജു ഇന്നടുത്തുണ്ടെന്ന് പറഞ്ഞത്. അപ്പം ഞങ്ങൾ ഷിജുവിനെ കാണാൻ പോയി. ഷിജുവിന് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു. പക്ഷെ അത് ഷിജു അറിഞ്ഞപ്പം തന്നെ അത് ക്ലിയർ ചെയ്തു. അമ്മേനെ ഒന്ന് വിളിച്ചു. അതുപോലെ തന്നെ ബന്ധുക്കാരും ഒക്കെ ആയിട്ട് സംസാരിക്കാൻ തുടങ്ങി. മീൻസ് അമ്മയായിട്ട് വീട്ടുകാരുമായിട്ടും പഴയപടി തന്നെ വീണ്ടും ആയിട്ടുണ്ട്. ഷിജു അധികം താമസിക്കാതെ നാട്ടിൽ പോവും. വീട്ടുജോലി ചെയ്താണ് ഈ അമ്മ മകനെ വളർത്തിയത്. ഒടുവിൽ ഒരു പുതിയ ബന്ധം സ്ഥാപിച്ച് അവൻ ഖത്തറിലേക്ക് പോയി. അവിടെ ഒരു ദുരൂഹ സാഹചര്യത്തിൽ കാണാതായപ്പോൾ അമ്മ പ്രവാസ ലോകത്തെയാണ് ബന്ധപ്പെട്ടത്. ചെറുതിലേ മരിച്ചാണ് അച്ഛൻ. ഒരു മോനേ ഉള്ളൂ. ഞാൻ അവൻ എത്ര പോലും പോയിട്ട് വലുതാക്കിയത് 2 വീട്ടു ജോലിക്ക് പോയിട്ട്
കണ്ണൂർ പാപ്പിനശ്ശേരി സ്വദേശിയായ അമ്മ ഇന്ദിരയുടെ അഭ്യർത്ഥനയ്ക്ക് പ്രവാസലോകത്തിൻ്റെ പ്രവർത്തകൻ PN ബാബുരാജനാണ് ഉത്തരം നൽകിയത്. മകൻ ശിവകുമാർ എത്തിപ്പെട്ട അവസ്ഥയെക്കുറിച്ച് ഞങ്ങൾക്ക് അങ്ങനെയാണ് വിവരം ലഭിച്ചത്. റഫീഖ് ജി, അത് നമ്മൾ അന്വേഷിച്ചിരുന്നു. അവന് കുഴപ്പമൊന്നുമില്ല. കേസ് ഡ്രഗ് കേസായിട്ടാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 1 year ആയിരുന്നു ആൾക്ക് കിട്ടിയിട്ടുള്ള ശിക്ഷ. അപ്പോൾ അത് ഡിസംബർ ആകുമ്പോഴേക്കും തീരുമെന്നാണ് എനിക്ക് എംബസി വഴി കിട്ടിയ ഇൻഫർമേഷൻ. നിരോധിക്കപ്പെട്ട മരുന്നുകൾ, ബന്ധുക്കളോ സുഹൃത്തുക്കളോ തരുന്ന സമ്മാനങ്ങൾ വിദേശത്തേക്കുള്ള ഒരു യാത്രയിൽ സ്വീകരിക്കരുതെന്ന് പ്രവാസലോകം പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ്. ശിവകുമാറിന് സംഭവിച്ചത് അതാണ്. മരിച്ച ആളാരാ? അത് ഇവൻ്റെ അറബിയായിരുന്നു. അപ്പം പിന്നെ ഇവനായിട്ട് ഭയങ്കര സ്നേഹത്തിലാന്ന്. അപ്പം അയാൾ വേറെ ഭാര്യ ചെയ്തതാണെന്നാണ് പറയുന്നത്. അപ്പം ഇവനെ വിളിച്ചിട്ടാടെ ഇവൻ പോയിട്ടുണ്ടായിനി. ഇവൻ പോയിട്ട് ഇവർ സൂലാണ്ട് കിടക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇവരെടുത്ത് മടിയിൽ വെക്കുമ്പോൾ ഇത് മരണപ്പെട്ടിട്ടായില്ല. അപ്പോൾ ഈ പെണ്ണുങ്ങൾ പോലീസുകാരെ വിളിച്ചിട്ട് വെത്തുമ്പോഴത്തേക്ക് ഇവൻ്റെ മയ്യത്താണ് ഇവൻ്റെ മടിയിലുള്ളത്. അപ്പം തന്നെ പിടിച്ചുകൊണ്ട് പോയി. ശിക്ഷാ കാലാവധി കഴിഞ്ഞിട്ടും ബഹ്റൈനിൽ ജയിലിൽ നിന്നും പുറത്തിറങ്ങാൻ സാധിക്കാതെ കഴിയുന്ന ബഷീറിൻ്റെ വിഷയം പ്രവാസലോകത്തിലൂടെ അവതരിപ്പിച്ചപ്പോൾ അന്താരാഷ്ട്ര ശ്രദ്ധയാണ് അതിന് ലഭിച്ചത്. അതുകൊണ്ട് ആണെന്ന് കരുതുന്നു അദ്ദേഹത്തിൻ്റെ മോചനം സാധ്യമാവുകയും അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തതും കഴിഞ്ഞ വർഷമാണ്. 100-90% ആൾക്കാരും പാവങ്ങളാണ് പെട്ടുപോകുന്നത്. ILOയുടെയും IOMൻ്റെയും തലത്തിൽ, നയതന്ത്ര തലത്തിൽ വരെ ഈ വിഷയം ടേക്കപ്പ് ചെയ്തിരുന്നു, കൊണ്ടുചെന്നിരുന്നു. കാരണം ദീർഘനാളത്തെ ശിക്ഷാ കാലാവധി കഴിഞ്ഞിട്ടും അദ്ദേഹത്തിനുള്ള മോചനം അസാധ്യമായിരിക്കുന്ന ഒരു സമയത്താണ് പ്രവാസലോകം ഇതിൽ ഇടപെട്ടത്. എന്തായാലും അദ്ദേഹത്തിന് മോചനം സാധ്യമായിരിക്കുന്ന ഇന്ന് അദ്ദേഹം കേരളത്തിൻ്റെ മണ്ണ് തൊട്ടിരിക്കുന്നു. കെയർ ഗിവർ ജോലിക്കായി കുവൈറ്റിലേക്ക് പോയ കൊടുങ്ങല്ലൂർ സ്വദേശി സിന്ധുവിനും ക്രൂരമായ പീഡനങ്ങളാണ് ഏൽക്കേണ്ടി വന്നത്. ഞങ്ങളുടെ പ്രതിനിധി വിനോദ് പെരേരയുടെ സഹായത്തോടെ സിന്ധുവിന് നാട്ടിലെത്താൻ സാധിച്ചെങ്കിലും നീതിക്ക് വേണ്ടിയുള്ള അവളുടെ പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അവിടെ നിന്ന് അത്രയും നാൾ എനിക്കൊരു മാനസികമായിട്ട് എപ്പോഴും ബുദ്ധിമുട്ടുകളായിരുന്നു അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. പ്രവാസലോകത്തിൻ്റെ സുഹൃത്ത് വിനോദ് പെരേരയുടെ അടുത്തേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത്? ആരാണ് അദ്ദേഹത്തിൻ്റെ കോണ്ടാക്റ്റ് തന്നത്? അത് എൻ്റെ ഹസ്ബൻഡിൻ്റെ പരിചയത്തിൽ ഒരു ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് വിളിച്ച് സംസാരിച്ച് ആ ചേട്ടൻ വഴിയാണ് ഈ സാറിനെ പരിചയപ്പെടുന്നത്. ആഫ്രിക്കയിലെ സിയറ ലിയോണിൽ 5 വർഷം മുമ്പ് ജോലിക്കായി പോയ അനീഷ് കരുണാകരൻ്റെ മോചനം സാധ്യമാകാതെ വന്നപ്പോൾ അമ്മ പ്രവാസലോകത്തെ സമീപിച്ചു. കുഞ്ഞിനെ നാട്ടിൽ വിടുന്നില്ല, കുഞ്ഞിന് പാസ്പോർട്ട് കൊടുക്കുന്നില്ല. എനിക്ക് 3 മക്കളാണ്. എൻ്റെ മൂത്ത മകൻ അരുണ് ബുദ്ധിമാന്യം സംഭവിച്ച മകനാണ്. മൂന്ന് എപ്പോഴും ജന്നി വരും. കുഞ്ഞിന് ഒരുപാട് മരുന്ന് വേണം. എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് 10 വർഷമായി. ഇന്ത്യൻ എംബസിയുടെ സഹായത്തോടെ അനീഷ് ഇന്ന് നാട്ടിലെത്തിയിട്ടുണ്ട്. എൻ്റെ വീടും സ്ഥലവും വിറ്റുകൊടുക്കണം. കാരണം എനിക്ക് പറ്റില്ല. 2 പെൺകുട്ടികളാണ്. എനിക്ക് 4 വർഷം കൊണ്ട് ചെലവ് പോലെ അയാൾ തന്നില്ല. ഒന്നും ഉണ്ടാക്കി തന്നതും ഇല്ല കുട്ടികൾക്കായിട്ട്. ആഷിമിന് എന്തെങ്കിലും പറയണമെങ്കിൽ നമ്മൾ അവിടെ ക്യാമറ അറേഞ്ച് ചെയ്യാൻ ഞങ്ങൾ പറഞ്ഞു. നമുക്ക് യാതൊരു വിരോധമില്ല. ഭർത്താവിനെതിരെ ഭീമാപ്പള്ളി സ്വദേശി സുലേഖ ബീവി നൽകിയ പരാതി പ്രവാസലോകം സംപ്രേഷണം ചെയ്യുകയുണ്ടായി. എന്നാൽ വ്യക്തമായ വാദപ്രതിവാദങ്ങളോടെ ഭർത്താവ് ഹാഷിം ഇതിന് മറുപടി നൽകിയതും പ്രവാസലോകത്തിലൂടെ നിങ്ങൾ കണ്ടു. കോടതി പറഞ്ഞു ചിലവിന് പൈസ കൊടുക്കാൻ പാടില്ല. ചിലവിന് കൊടുത്തു കഴിയുമ്പോഴേക്കും ഇവിടെ ഒരു രീതിയിലും ഒന്നിനും ഒതുങ്ങില്ല. ഒരു സെറ്റിൽമെൻ്റ് ആകാനോ അല്ലെങ്കിൽ ഒരുമിച്ച് പോകാനോ ഒന്നും ശ്രമിക്കില്ലെന്ന് പറഞ്ഞിട്ടാണ് ചിലവ് കോടതി നിർത്തിയത്. നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എൻ്റെ വഴി എന്ന് പറഞ്ഞ പെണ്ണാണ് സാറേ. ഇവിടെ ഞാൻ എല്ലാം വിട്ടുവീഴ്ച ചെയ്ത് ഒരുമിച്ച് കൊണ്ടാക്കി, ഞാൻ സന്തോഷമാക്കി ജീവിച്ചു പോകണമെന്ന് ആഗ്രഹിച്ച് ഒരുമിച്ച് കൊണ്ട് സെറ്റിൽമെൻ്റ് ആക്കി എല്ലാം ചെയ്തിട്ട് പോലും അവൾ എന്നെ അവഗണിച്ചിട്ടാണ് സാറേ അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. നല്ലൊരു തീരുമാനം എടുത്ത് ഞാൻ കോടതി ജമാഅത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ജമാഅത്തിൽ എന്താണ് കൊടുക്കുമെന്ന് പറഞ്ഞാൽ അതൊക്കെ ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഞാൻ ചെയ്യാൻ തയ്യാറാണ് സാറേ. അപ്പോൾ അതിനുള്ള നല്ലൊരു പോംവഴി, നല്ലൊരു പരിഗണന എനിക്ക് തന്ന് സാർ എന്നെ സഹായിക്കണമെന്ന് വിനീതമായിട്ട് ഞാൻ പറയുകയാണ് സാറേ. കേരള പ്രസ് അക്കാഡമിയിൽ നിന്നും പഠനം പൂർത്തിയാക്കിയ ഒരു വിദ്യാർത്ഥി ഓൺലൈനിലൂടെ തനിക്ക് ലഭിച്ച ജോലിക്കായി കംബോഡിയയിൽ എത്തിപ്പെട്ടപ്പോൾ താൻ ചതിക്കപ്പെട്ടുവെന്ന് മനസ്സിലാക്കുകയും പ്രവാസലോകവുമായി ബന്ധപ്പെടുകയും ചെയ്തു. എല്ലാവരും എന്നെ ദയവ് ചെയ്തൊന്ന് സഹായിക്കണം. ഞാനൊരു കുടുക്കിലാകപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ കംബോഡിയയിൽ ഞാൻ ഒരു ജോലിക്ക് വേണ്ടി വന്നതാണ്. ഇത് ഞാൻ നൗക്കരി വെബ്സൈറ്റ് വഴി ജോബ് കൺസൾട്ടൻറ്റ് എന്നെ ഇങ്ങോട്ട് റിക്രൂട്ട് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്നതാണ്. ഇവിടെ വന്നതിന് ശേഷം ഇവിടെ നമ്മളോട് പറഞ്ഞ ജോലിയൊന്നും അല്ല അവർ ചെയ്യിക്കുന്നത്. ഞങ്ങളുടെ സുഹൃത്തുക്കളായ കംബോഡിയയിൽ നിന്നുള്ള സോക്ചാറിൻ്റെയും സഹപ്രവർത്തകരുടെയും സഹായത്തോടെ
ഈ വിദ്യാർത്ഥിയെ നാട്ടിലെത്തിക്കാൻ സാധിച്ചത് പ്രവാസ ലോകത്തിൻ്റെ വലിയൊരു നേട്ടമാണ്. എങ്ങനെയാണ് അഭിലാഷിന് ഈ മോചനത്തിൻ്റെ കഥ എന്ന് പറയാമോ, നമ്മൾ ബന്ധപ്പെട്ടതിന് ശേഷം? ഓക്കെ ഞാൻ എൻ്റെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു. ഞാൻ അതെ എൻ്റെ പൈസ പോസ്റ്റ് വളരെ ഹതാശനായിട്ടും കരയുകയായിരുന്നു. ഞാൻ വളരെ ഇമോഷണലി ഞാൻ ഡൗൺ ആയിരുന്നു. അതായത് ഞാൻ ഈ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതിന് ശേഷം ഇത് പ്രസ് അക്കാദമിയിൽ സാറ് പറഞ്ഞ പോലെ സീനിയർ സ്റ്റാഫുള്ള ഹേമലത മിസ്സിൻ്റെ കൈകളിലെത്തുകയും മിസ്സ് അതിനുശേഷം സാറിനിലേക്ക് ഇതെത്തുകയും അതുവഴിയാണ് ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ഇങ്ങനെ ഇന്ത്യൻ ഓർഗനൈസേഷനിലെത്തുകയും എനിക്കൊരു രക്ഷാമാർഗമായി തരികയും ചെയ്തത്. രക്ഷയായത് റഫീഖ് റാവുത്തർ സാർ, പ്രവാസി ലോകത്തിൽ ഇപ്പോൾ പ്രോഗ്രാം ചെയ്യുന്ന സാറിൽ നിന്നുള്ള വരുന്ന മെസ്സേജ്, ആ മെസ്സേജും സാറ് വഴിയുള്ള ഇടപെടൽ വഴിയാണ് എനിക്ക് കറക്റ്റ് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയത്. പ്രവാസ ലോകം ടെലിവിഷനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രവർത്തനമല്ല. അന്യദേശങ്ങളിൽ പ്രവാസികൾക്കുണ്ടാകുന്ന ആശങ്കകളും പ്രശ്നങ്ങളും ഗവൺമെൻറ്റുകൾക്ക് മുമ്പിലും അന്താരാഷ്ട്ര സമൂഹത്തിന് മുമ്പിലും അവതരിപ്പിക്കുക എന്നതും ഒരു കർത്തവ്യമായി ഞങ്ങൾ കരുതുന്നു. ഗ്ലോബൽ കോമ്പാക്റ്റ് ഓൺ മൈഗ്രേഷൻ്റെ ന്യൂയോർക്കിൽ വെച്ച് നടന്ന റിവ്യൂ മീറ്റിംഗ്, ഖത്തറിൽ വെച്ച് നടന്ന റീജിയണൽ മീറ്റിംഗ്, GFMDയുടെ ഗ്ലോബൽ ഫോറം ഓൺ മൈഗ്രേഷൻ ഡെവലപ്മെൻറ്റിൻ്റെ ബഹ്റൈനിൽ വെച്ച് നടന്ന പ്രിപ്പറേറ്ററി മീറ്റിംഗ്, വേൾഡ് സോഷ്യൽ ഫോറത്തിൻ്റെ നേപ്പാളിൽ വെച്ച് നടന്ന പ്രിപ്പറേറ്ററി മീറ്റിംഗ് തുടങ്ങിയ ഇടങ്ങളിലെല്ലാം സാന്നിധ്യം കൊണ്ട് പ്രവാസ ലോകം ശ്രദ്ധേയമായി. പ്രവാസികളുടെ വിഷയങ്ങളെ വെറും ചിത്രങ്ങളും ശബ്ദങ്ങളുമാക്കി മാറ്റുകയല്ല ഞങ്ങൾ ചെയ്യുന്നത്. അതിന് ഉത്തരം തേടിക്കൊണ്ടുള്ള പ്രവർത്തനത്തിന് ലോകമെമ്പാടുമുള്ള സുഹൃത്തുക്കളുടെയും സംഘടനകളുടെയും സഹായം ഞങ്ങൾക്ക് ലഭിക്കാറുണ്ട്. കഴിഞ്ഞ 24 വർഷമായി ഇതാണ് ഞങ്ങളുടെ ഊർജം. ഇക്കഴിഞ്ഞ വർഷത്തെ പ്രവാസ ലോകത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് ഞങ്ങളിവിടെ വിലയിരുത്തിയത്. ഇനിയും പ്രവാസ ലോകത്തിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു എപ്പിസോഡുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം.